Dear students, welcome to Easy Math Online Learning Academy. I am Babu. Today, the topics to be discussed here is based on the complementary course in statistics for the third semester BSc Mathematics main students. This topics includes 5 modules. First module is discrete distributions, that is discrete standard distributions. Second module is continuous distributions. Third one is Chebyshev's inequality. Fourth one is sampling distributions. Fifth module is practicals, and that is based on the first 4 modules. Practicals based on the first 4 modules. We can start with some preliminary ideas about statistics. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യും. Statistical data and statistical methods. Statistical data and statistical methods. Collected numerical observation ആണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. കളക്റ്റഡ് ന്യൂമറിക്കൽ ഒബ്സർവേഷൻസിനെ നമ്മൾ ഡേറ്റ എന്ന് പറയും. ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡേറ്റ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റയ്ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന അതിൻ്റെ ഫർദർ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ സെൻട്രൽ വാല്യൂസ്, പിന്നെ സെൻട്രൽ വാല്യൂ എന്നുള്ള ഡീവിയേഷനും അതുപോലെ തന്നെ സെൻട്രൽ വാല്യൂ എന്നുള്ള പീക്ക്നെസ്സും ഫ്ലാറ്റ്നെസ്സും നമ്മൾ നോക്കും. സെൻട്രൽ വാല്യൂ എന്നുള്ള പീക്കഡ്നെസ്സും ഫ്ലാറ്റ്നെസ്സും നമ്മൾ നോക്കും. ഈ കാര്യങ്ങളെല്ലാം സ്റ്റഡിയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനായിട്ട് വരുന്നത്. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ആവറേജസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അരിത്തമെറ്റിക് ആവറേജും അതുപോലെ തന്നെ പൊസിഷണൽ ആവറേജും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം. അരിത്തമെറ്റിക് ആവറേജിൻ്റെ കേസിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ആവറേജിൻ്റെ കേസിൽ അരിത്തമെറ്റിക് മീന്, ജോമെട്രി മീന്, ഹാർമോണി മീന്. പൊസിഷണൽ ആവറേജിൻ്റെ കേസിൽ നമ്മൾ സാധാരണയായിട്ട് മീഡിയൻ, മോഡ്, അത് പൊസിഷണൽ ആവറേജാണ്. പൊസിഷണൽ ആവറേജ്. അപ്പോൾ ആവറേജസ് നമ്മൾ നോക്കുന്ന ഒരു ഡേറ്റയെ സംബന്ധിച്ചുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജസ് ഉപയോഗിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ്. അപ്പോൾ ഒരു ഡേറ്റയെ സംബന്ധിച്ചോളം ഒരു കാര്യം മനസ്സിലാവുന്ന ഒരു കുട്ടി, ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, അപ്പോൾ നമുക്കിവിടെ മാർക്ക് 50 കുട്ടികളാണെങ്കിൽ 50 കുട്ടികളെ മാർക്ക് നമ്മളവിടെ കളക്ട് ചെയ്യാം. ആ കളക്ട് ചെയ്യുന്ന മാർക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് വായിക്കും. അത് ആ ക്ലാസ് ആവറേജ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അതൊരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ്. അപ്പോൾ ആവറേജ് വരുന്ന ഒരു കുട്ടിയും ചിലപ്പോൾ അവിടെ വേണമെന്നില്ല. ചില കേസിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് ആവറേജ് മാർക്ക് വരുന്ന കുട്ടികളുണ്ടായിരുന്നിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഡേറ്റയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ആവറേജിനെ കണക്കാക്കുന്നത്. ആവറേജിന് ഡേറ്റ എന്നുള്ള ഡീവിയേഷൻ വരുമ്പോഴാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിസ്പേർഷനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന മെഷർ ഓഫ് ഡിസ്പേർഷനിലെ ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ മറ്റു മെഷറുകളും വരും. ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇതെല്ലാം ഡിസ്പേർഷനായിട്ട് ബന്ധപ്പെട്ട വാല്യൂസാണ്. ഇനി ഒരു ഡേറ്റ നമ്മൾ ഒരു കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് കറസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ഫിക്സ് ചെയ്യും. അതിന് നോർമൽ കർവ് എന്ന് പറയും.
നോർമൽ കർവിൽ നിന്ന് ഡേറ്റയ്ക്ക് ഉണ്ടാകുന്ന ഡീവിയേഷൻസ്, രണ്ട് രീതിയിൽ ഡീവിയേഷൻ അവിടെ സംഭവിക്കും. ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് ആവറേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് സ്ക്യൂഡായി പോകുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതുപോലെ നെഗറ്റീവ് സൈഡാണ് സ്ക്യൂഡ് ആവുന്നതെങ്കിൽ ഇതിൽ നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. അപ്പോൾ ഡേറ്റയുടെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോം ഫിക്സ് ചെയ്യുന്നതാണ് നമ്മൾ നോർമൽ ഫോം എന്ന് പറയുന്നത്. നോർമൽ കർവ് എന്നോ നോർമൽ ഫോം എന്ന് പറയാം. ആ നോർമൽ ഫോമിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നും നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്നും. ആ സ്ക്യൂനെസ് പഠിക്കുന്നത് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്നുള്ളൊരു സംവിധാനമാണ് പറയുന്നത്. മെഷർ ഓഫ് സ്ക്യൂനെസ് അതും ഡേറ്റയുടെ അനാലിസിസ് ആയിട്ട് അപ്പോൾ ഒരു ഡേറ്റയുടെ സ്ക്യൂനെസ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ നോർമൽ കർവിൽ നിന്ന് ഡേറ്റയ്ക്ക് ഉണ്ടാകുന്ന പീക്കഡ്നെസ്സും ഫ്ലാറ്റ്നെസ്സും നമ്മൾ അനലൈസ് ചെയ്യും. നോർമൽ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ലെപ്റ്റോകുർട്ടിക് എന്ന് പറയും. അതുപോലെ തന്നെ നോർമലിനെ നമ്മൾ മെസോകുർട്ടിക് എന്ന് പറയും. അതുപോലെ ഡേറ്റ മോർ ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ പ്ലാറ്റികുർട്ടിക് എന്ന് പറയും. പ്ലാറ്റികുർട്ടിക്. ഈ മൂന്ന് രീതിയിലാണ് ഡേറ്റയുടെ പീക്കഡ്നെസ്സുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റഡി വരുന്നത്. ഇതിനെ നമ്മൾ കർട്ടോസിസ്, മെഷർ ഓഫ് കർട്ടോസിസ് എന്നുള്ള പേരിൽ അറിയപ്പെടും. മെഷർ ഓഫ് കർട്ടോസിസ്, CURTOSIS. ഇത് മെഷർ ഓഫ് സ്ക്യൂനെസ്. മോളി പറഞ്ഞ സ്ക്യൂനെസ്, സ്ക്യൂഡായിട്ട് വരുന്നതിന് മെഷർ ഓഫ്. അപ്പോൾ ഇത് എല്ലാ ഡേറ്റയുടെ കേസിലും നമ്മൾ ഒരു ആവറേജ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സാണ്. അതായത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അത് കഴിഞ്ഞ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ ഡീവിയേഷൻ, മെഷർ ഓഫ് സ്ക്യൂനെസ് ആൻഡ് മെഷർ ഓഫ് കർട്ടോസിസ്. ഇത് ഏത് ഡേറ്റ എടുത്താലും. അപ്പോൾ ഇനി നമ്മൾ വരുന്ന പഠിക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലും ഇത് വളരെ പ്രധാനമാണ്. അവിടെ ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾ നേരത്തെ പഠിച്ചതിന് വ്യത്യാസമാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏത് ഡേറ്റ അനാലിസിൻ്റെ ഭാഗമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട മെഷേഴ്സാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് അരിത്തമെറ്റിക് മീന്, അതുപോലെ മീഡിയനും മോഡും. അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ ജോമെട്രി മീനും ഹാർമോണിക് മീനും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡുമാണ് ഒരു ഡേറ്റയെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഒരു ഡേറ്റയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ആവറേജ് എന്നുള്ള ഡീവിയേഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ തുടങ്ങിയ മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ആ ഡേറ്റയ്ക്ക് നമ്മൾ ഡേറ്റയുടെ കർവിന് കറസ്പോണ്ട്, അതായത് ഒരു ഡേറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ ബിഹേവിയർ കിട്ടും. ആ ബിഹേവിയറിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഫിക്സ് ചെയ്യും. അതിന് നമ്മൾ നോർമൽ ഫോം എന്ന് പറയും. ആ നോർമൽ ഫോമിൽ നിന്ന് ഡേറ്റയ്ക്ക് സെൻട്രൽ വാല്യൂ എന്നുള്ള, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ആണ്. ആ സെൻട്രൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ് സൈഡ്, രണ്ട് സൈഡ് വരും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡേറ്റ സ്ക്യൂഡ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നും, അതല്ല ലെഫ്റ്റ് സൈഡിലാണ് ആ ഡേറ്റ സ്ക്യൂഡ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്നും പറയും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്.
അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പോൾ സ്ക്യൂഡ് ആവുന്ന ഡേറ്റയുടെ ബിഹേവിയർ പഠിക്കുന്നതാണ് മെഷർ ഓഫ് സ്ക്യൂനെസ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഡേറ്റ ആയാലും ശരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്ക്യൂനെസ് എന്താണ്. അപ്പോൾ സ്ക്യൂനെസ് രണ്ട് രീതിയിലാണ് വരുന്നത്, ഒന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡും ഒന്ന് നെഗറ്റീവ്ലി സ്ക്യൂഡും. അപ്പോൾ ഇവിടെ നോർമൽ ഫോം ആകുമ്പോൾ അവിടെ സ്ക്യൂനെസ് ഇല്ല, സ്ക്യൂനെസ് 0 ആയിരിക്കും. ഇവിടെ സ്ക്യൂനെസ് 0 ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് സ്ക്യൂഡ് ആയാൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നും ലെഫ്റ്റ് സൈഡ് സ്ക്യൂഡ് ആയാൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്നും പറയും. അതേപോലെ നോർമൽ ഡേറ്റയുടെ അതായത് നോർമൽ ഫോമിൽ നിന്ന് പീക്ഡ് ആയിട്ട് വരുന്ന ഡേറ്റ, അതായത് സെൻട്രൽ വാല്യൂവിന് നിയറസ്റ്റ് ആയിട്ട് കൂടുതൽ ഡേറ്റ ക്ലസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പീക്ഡ് ആയിട്ട് കയറിപ്പോവും. ആ ഗ്രാഫിനെ നമ്മൾ ലെപ്റ്റോക്രിറ്റിക് എന്ന് പറയും. അതുപോലെ തന്നെ നോർമൽ ഫോമിന് മെസോക്രിറ്റിക് എന്നും പറയാറുണ്ട്. നോർമലിനെ നമ്മൾ മെസോക്രിറ്റിക് എന്ന് പറയും. അതാണ് അവിടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. നോർമലിന് താഴേക്കാണ് വരുന്നതെങ്കിൽ ഡേറ്റ ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്, ഡേറ്റയിൽ വേരിയേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ പ്ലാറ്റിക്രിറ്റിക് എന്ന് അറിയപ്പെടും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പോൾ ഈ 4 മെഷേഴ്സ് ഏതൊക്കെയാണ്? സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്. ഇത് എല്ലാ ഡേറ്റയ്ക്കും എല്ലാ ഒബ്സർവേഷനും പ്രധാനമായിട്ട് വരുന്ന അതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വരുന്ന ഒരു സ്റ്റഡിയാണത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ്റിക്കൽ മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബബിലിറ്റി തിയറിയിലേക്ക് പോകാം. അപ്പോൾ പ്രോബബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോബബിലിറ്റിയിൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിഫൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 രീതിയിലാണ് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി. ആക്ച്വൽ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആക്സിയം ബേസ് ചെയ്ത് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതിനാണ് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മളവിടെ റാൻഡം എക്സ്പെരിമെന്റ് ഡിഫൈൻ ചെയ്യും. നിങ്ങൾക്കറിയാം റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. +1 +2 മുതലൊക്കെ പ്രോബബിലിറ്റി പഠിക്കുന്ന ക്ലാസ് മുതൽ റാൻഡം എക്സ്പെരിമെന്റ് പഠിക്കുന്നതാണ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് an experiment that can be repeated at any number of time under the same condition and the outcomes vary irregularly in an unpredictable manner, then it is called a random experiment. റിസൾട്ട് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റിനെ, ഒരു റാൻഡം എക്സ്പെരിമെന്റ് റിസൾട്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ സിമ്പിൾ ഇവൻസ് പറയാം. അങ്ങനെ വരുന്ന സാമ്പിൾ പോയിന്റ്സിന് അല്ലെങ്കിൽ ഔട്ട്കംസ് പറയും. അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റിലെ എല്ലാ ഔട്ട്കംസിന്റെയും കൂടെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? സാമ്പിൾ സ്പേസ്. ഇപ്പോൾ റാൻഡം എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വരും. റാൻഡം എക്സ്പെരിമെന്റ് സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യും. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ആൾ ഔട്ട്കംസ് ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ദാറ്റ് മീൻസ് കളക്ഷൻ ഓഫ് ആൾ ഔട്ട്കംസ് ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ്. കളക്ഷൻ ഓഫ് ആൾ ഔട്ട്കംസ് ഓർ സെറ്റ് ഓഫ് ആൾ ഔട്ട്കംസും പറയാറുണ്ട്. ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് എസ് എന്നുള്ള ലെറ്ററാണ് സാറിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണം, ടോസിങ് ഓഫ് എ കോയിൻ ആണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുന്നതെങ്കിൽ, ടോസിങ് ഓഫ് എ കോയിൻ ആണ് റാൻഡം എക്സ്പെരിമെന്റ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നമ്മൾ 2 ഇവന്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഹെഡ് ആൻഡ് ടെയിൽ. അപ്പോൾ എസ് കൊണ്ടുവന്നതായിരിക്കും. ഇപ്പം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ if the random experiment is tossing of a coin and noting whether it is head or tail, head or tail, then AC equal to ഇതൊരു ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസിന് എക്സാമ്പിൾ ആണ്. അതായത് ഇങ്ങനെ വരുന്ന കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ ഇതിനെ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് പറയും. അപ്പോൾ സാമ്പിൾ സ്പേസ് 2 ആയിട്ട് തിരിക്കും. ഒന്ന് ഡിസ്ക്രീറ്റ്, അതുപോലെ തന്നെ ത്രോയിങ് എ ഡൈ ആൻഡ് നോട്ടിങ് ദ നമ്പർ ത്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ ആൻഡ് വെദർ ഇറ്റ് ഫാൾസ് 1 to 6 ഫേസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ത്രോയിങ് എ ഡൈ ആൻഡ് നോട്ടിങ് ദ നമ്പർ ത്രോൺ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്തുകൊണ്ട് എസ് ഈക്വൽ ടു 1 2 3 4 5 6 എഴുതും.
throwing a die. S equal to 1, 2, 3, 4, 5, 6 എന്നോ അല്ലെങ്കിൽ വേറെ പേര് കൊടുക്കുക. അതും ഡിസ്ക്രീറ്റിന് എക്സാമ്പിളാണ്. ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസിന് എക്സാമ്പിളാണ്. ഇത്തരത്തിലല്ലാതെ കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് ഉണ്ട്. കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയാം, കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഷൂട്ടിംഗ് അറ്റ് എ ടാർഗറ്റ് and noting the distance by which it misses the target. അപ്പോൾ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമ്മൾ, സർക്കിളും ആ സർക്കിളിന്റെ സെന്ററാണ് ടാർജറ്റ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദി സർക്കിളും അതിനകത്ത് നമ്മൾ റേഞ്ച് എടുത്തിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇന്റർവൽ ആയിരിക്കും. സാമ്പിൾ സ്പേസ് ഈസ് ആൻ ഇന്റർവൽ. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ടാർജറ്റ് നിന്ന് ബുള്ളറ്റ് മിസ് ചെയ്യുന്നത് സെന്ററിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു സപ്പോസ് 0.5 എന്ന് പറയുന്ന ഇന്റർവൽ ആയിരിക്കും. ഇത് ക്ലോസ് ഇന്റർവൽ 0.5 ആയിരിക്കും ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ രണ്ട് ടൈപ്പിൽ സാമ്പിൾ സ്പേസ് വരും. ഒന്ന് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസും ഒന്ന് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസും വരും. അടുത്തത് നമ്മൾ പോകുന്നത് റാൻഡം വേരിയബിളിലേക്കാണ്. റാൻഡം വേരിയബിൾ. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ. ഷോർട്ട് ഫോം ആയിട്ട് RV എന്ന് എഴുതും. ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി സാമ്പിൾ സ്പേസ് of a random experiment. Random variable is a function defined on the sample space of a random experiment and whose range is a subset of the set of real numbers. Subset of the set of real numbers. Set of real numbers എന്ന് പറഞ്ഞാൽ 6 നമുക്കൊന്ന് എങ്ങനെ എഴുതാം? 6 എന്ന് പറയുന്നത് -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ കളക്ഷനാണ് ഇത് 6 എന്ന് പറയുന്നത്. So random variable is a function defined on the sample space and whose range is a subset of real numbers. Range is subset of real numbers, or simply that is random variable is a real valued function defined on the sample space. Defined on the sample space. സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ മനസ്സിലാവുന്നുണ്ടല്ലോ. റാൻഡം വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആയിരിക്കും.
സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ ഡൊമൈൻ ഈസ് ഡിസ്ക്രീറ്റ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതാണ് അവിടെ ഡൊമൈൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആയിരിക്കും. സാമ്പിൾ സ്പേസ് ഈസ് കണ്ടിന്യൂസ്. സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു റാൻഡം വേരിയബിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് അസൈൻ ചെയ്യുന്ന വാല്യൂസിന് പ്രോബബിലിറ്റി കൂടെ അസൈൻ ചെയ്യുമ്പോൾ അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവും. അതായത് എക്സ് ക്യാൻ അസ്യൂം വാല്യൂസ് x1, x2, etc. xn. ഇത് ഡിസ്ക്രീറ്റ് കേസ് ആണ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് x equal to xi, p1, p2, etc. pn ആണെങ്കിൽ then total probability, that is sum of p1 plus p2 plus etc. plus pn is equal to 1 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് റാൻഡം വേരിയബിളും വേണം. ആ റാൻഡം വേരിയബിളിലെ വാല്യൂസ് എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് അസൈൻഡ് പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം. ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോഴത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും, അത് ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കേസിൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് 1-2 കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഒന്ന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും, അതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, പിന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇത്തരം കാര്യങ്ങളുടെ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കും. അതായത് സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ പോകും. ഓക്കെ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഡിസ്ക്രീറ്റിന്റെ കേസിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും കണ്ടിന്യൂസിന്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഏതെങ്കിലും ഈ രണ്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അത് കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ assumes values x1, x2, etc. xn, then the probability mass function of x is defined as p of x equal to probability of x equal to x, comma x as small x assumes values x1, etc. xn and equal to 0 elsewhere. മറ്റുള്ളിടത്തെല്ലാം വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ x1, x2, etc. xn എന്നുള്ള കേസിലെല്ലാം പ്രോബബിലിറ്റി അസൈൻ ചെയ്യും. ബാക്കിയുള്ളിടത്തെല്ലാം എന്തായിരിക്കും? പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതുപോലെ സിഗ്മ i equals 1 to n p of x i is equal to 1 ആയിരിക്കും. സിഗ്മ i equals 1 to n p of x i is equal to 1 means ടോട്ടൽ പ്രോബബിലിറ്റി ആണത്. ടോട്ടൽ പ്രോബബിലിറ്റി is equal to സിഗ്മ i equals 1 to n. അതുപോലെ p of x greater than or equal to 0 ആയിരിക്കും.
അതതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതെല്ലാം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. കണ്ടിന്യൂസിൻ്റെ കേസിലാകുമ്പോൾ ലെറ്റ് എക്സ് ബി എ continuous random variable. Continuous random variable. And let x comma x plus delta x be a small interval. If there exists a continuous function f of x such that probability of x less than or equal to capital X less than or equal to x plus delta x is equal to fx into delta x. Fx into delta x. Then fx is said to be the probability density function of the variable of the random variable x. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യണം. That is, if there exists a continuous function f of x such that probability x less than or equal to capital X less than or equal to x plus delta x is equal to fx into delta x, then f is said to be the probability density function of the random variable x. നമുക്കറിയാം, ഒരു പ്രോബബിലിറ്റി കർവിനകത്ത് വരുന്ന ടോട്ടൽ ഏരിയ, അതായത് നമ്മളൊരു പ്രോബബിലിറ്റി കർവ് വരച്ചാൽ ഇത് എഫ് എക്സ് ആക്സ് ആയിരിക്കും, ഇത് എക്സ് ആക്സ് ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അവിടെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഈ ഏരിയ ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പ്രോബബിലിറ്റിയാണ് ഈ കാണുന്നത്. ടോട്ടൽ ഏരിയ അണ്ടർ ദി പ്രോബബിലിറ്റി കർവ് ഒന്നായിരിക്കും. അതായത് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ആൻഡ് ദ ഗിവൺ കർവ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോഴും മാത്രമേ അത് പ്രോബബിലിറ്റി കർവ് ആകത്തുള്ളൂ. അപ്പോൾ ആ പ്രോബബിലിറ്റി കർവിനകത്ത് ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ടുള്ള ഡിഫറൻസ് ഇൻ ഇൻ്റർവൽ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആയിരിക്കും. ആ എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും കാണുന്നത്. ഇപ്പം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ, സോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു limit delta x tends 0 probability of x less than or equal to capital X less than or equal to x plus delta x. അതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 probability of x less than or equal to x plus delta x, probability of x less than or equal to capital X less than or equal to x plus delta x, probability of capital X less than or equal to small x, probability of x less than or equal to x. ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് പറയുന്നത്, ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡിഫറൻസ് ഇൻ പ്രോബബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ വരിക. ആൻഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതും ആ രണ്ട് ഷെയ്ഡിൻ്റെയും കൂടെ ഏരിയ ആയിരിക്കും വരുന്നത്. അത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അങ്ങനെ നമ്മൾ എടുത്താൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ വരും പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതായിരിക്കും എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
delta x tends 0, f of x plus delta x minus f of x by delta x ആയിരിക്കും. ആ ഡെൽറ്റ എക്സിന് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡി വൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് എന്ന് പറയും. ഡി വൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്. അപ്പം ശരിക്കും അങ്ങനെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടിന്യൂസ് കേസ് ഡിഫൈൻ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് കേസിൽ പ്രോബബിലിറ്റി എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഈ ഫംഗ്ഷനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിനെ യൂഷ്വലി ഡിനോട്ട് ബൈ ക്യാപിറ്റൽ എക്സ്. അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് എന്ത് വരിക, ഡെൻസിറ്റി ഫംഗ്ഷൻ വരിക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മൈനസ് ഇൻഫിനിറ്റി മുതൽ എവിടം വരെ വരിക, സ്മാൾ എക്സ് വരെയുള്ളതാണ്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും മൈനസ് ഇൻഫിനിറ്റി മുതൽ സ്മാൾ എക്സ് വരെയുള്ള ഏരിയ ആണ് അവിടെ പ്രസന്റ് ചെയ്തത്. ഇങ്ങനത്തെ റേഞ്ചിനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഉള്ള റേഞ്ചാണ് നമ്മൾ കാണിക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം പ്രോബബിലിറ്റി 0 ആയിക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രോബബിലിറ്റി എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എക്സ് ആയിട്ട് വിളിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ് എന്തായിട്ട് മാറും, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. സോ പി ഡി എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്മാൾ വെരി സ്മാൾ ഇന്റർവെല്ലിലെ പ്രോബബിലിറ്റി എടുക്കുക. ഡെൽറ്റ എക്സ് വെരി വെരി സ്മാൾ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ എക്സ് ഈസ് വെരി വെരി സ്മാൾ. വെരി സ്മാൾ. അപ്പോൾ അത് വെരി സ്മാൾ ഇന്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി, ഏരിയ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ആണ് അവിടെ. ടോട്ടൽ ഏരിയ 1 ആണ്. അപ്പോൾ ഈ പോർഷന്റെ പ്രോബബിലിറ്റി ആണ് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ഓർഡിനേറ്റിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ എഫ് എക്സ് ആയിട്ട് വരിക, ആവറേജ് ഹൈറ്റ്. ഇവിടെ വരുന്ന ഓർഡിനേറ്റിന്റെ ആവറേജ് ഹൈറ്റ് ആണ് എഫ് എക്സ് ആയിട്ട്. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇത് ഡെൽറ്റ എക്സ് 0 ആവുന്നതനുസരിച്ച് റെക്ടാങ്കിളിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ യെല്ലോ ഷെയ്ഡ് റെക്ടാങ്കിളിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ആ റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി അറിയാനുള്ള 1-2 ഐറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ആൾറെഡി സൂചിപ്പിച്ചു. അതുപോലെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കണ്ടിന്യൂസ് അങ്ങനെ തന്നെ എടുക്കണം. എഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ക്യാപിറ്റൽ എഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ടി ഡി ടി എന്ന് എടുക്കുക. അതാണ് ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ്, അതായത് റൈറ്റ് സൈഡിലെ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് വരിക, അതായത് എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് എഫിന്റെ ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് സ്മാൾ എഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡെൻസിറ്റി ഫംഗ്ഷനും ഡെഫിനിഷൻ. ഇനി ഇവിടെ അറിയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ അറിയണം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ കേസിലെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് സിഗ്മ എക്സ് ഇൻറ്റു എഫ് എക്സ് if x is discrete equal to integral x into fx dx if x is random variable is continuous. അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആയിരിക്കും. മീൻ നമ്മൾ സാറിന് എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയിരിക്കും. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ക്യാപിറ്റൽ എക്സ് ആണ് റാൻഡം വേരിയബിൾ എങ്കിലും നമ്മൾ സാധാരണ യൂഷ്വൽ പ്രാക്ടീസിൽ സ്മോൾ എക്സും എഴുതി പോകാറുണ്ട്. തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം നിർബന്ധമില്ല. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്നുള്ള മീനിങ്ങിൽ എന്തെങ്കിലും എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അത് എക്സ്പെക്ടേഷൻ വേരിയൻസ് ഓഫ് എക്സിനെ നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതും. അല്ലെങ്കിൽ അതിനെ മൊമെന്റിന്റെ കേസിലോട്ട് വരുമ്പോൾ, മൊമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, μ2 മൈനസ് μ1 സ്ക്വയർ എന്ന് എഴുതും. എക്സ് ബാറിന് μ1 എന്ന് എഴുതും.
mu1 dash is equal to x bar. mu1 dash x bar ഒക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും. അത് എസ്റ്റിമേഷൻ പാരാമീറ്ററിലോട്ട് എല്ലാമ്പോഴാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം ഒരേ മീനിങ്ങിൽ, മീൻ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. മനസ്സിലാകുന്നുണ്ടല്ലോ? എക്സ്പെക്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എം ടി ഓഫ് ദ വേരിയബിൾ എക്സ് ആണ്. എം ടി എക്സ് എന്നോ എം എക്സ് ടി എന്ന് വായിക്കാം. എം ടി എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിനെയാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തത്. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് കേസിൽ സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് എക്സ് എന്നും ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് ഇവിടെ എപ്പോഴായിരിക്കും? കണ്ടിന്യൂസിൽ. കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സും, ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് എക്സ് ആയിരിക്കും. സിഗ്മ ഐ ഈക്വൽസ് 1 എന്നൊക്കെ എഴുതാം. അവിടെ വേരിയേഷൻ ഞാൻ എഴുതുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് എം ടി എക്സിൻ്റെ ഡയമെൻഷൻ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അതിനകത്ത് മൊമെന്റ്സ് മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർത്ത് റാ മൊമെന്റ് ആണ് മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത്. മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ എം ടി എക്സ് ആയിരിക്കും. ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എം ടി എക്സ്. എം ടി എക്സിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പവർ സീരീസ് ആയിട്ട് എഴുതി അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടർ എടുക്കാൻ നമുക്ക് കിട്ടുന്നത് ആർത്ത് റാ മൊമെന്റ് ആയിരിക്കും. മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ആർത്ത് റാ മൊമെന്റ് എന്നാണ് പറയുന്നത്. ആർ ടി എച്ച്, ആർത്ത് ആർ എ ഡബ്ല്യു, റാ മൊമെന്റ്. സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ വാല്യൂ എടുക്കുന്നതിനെയാണ് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഇത് ഒറിജിനിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ റാ മൊമെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ എം ടി എക്സ്. മനസ്സിലായി? അതാണ് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷന്റെ പ്രത്യേകത. എക്സ്പെക്ടേഷൻ ഇ റേസ് ടു ടി എക്സ് ആണ് എം ടി എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ എക്സ്പെക്ടേഷൻ ഇ റേസ് ടു ടി എക്സ് ഡിസ്ക്രീറ്റ് കേസിൽ സിഗ്മ ഇ റേസ് ടി എക്സിന്റെ എഫക്സും എഫക്സ് ഓഫ് പി എക്സ് എഴുതാം. ആൻഡ് കണ്ടിന്യൂസ് കേസിൽ ഇന്റഗ്രൽ ഇ റേസ് ടു ടി എക്സിന്റെ എഫക്സ് ഡി എക്സ് ആയിരിക്കും മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചില കേസിൽ ഈ ഇന്റഗ്രലും, അതായത് ഈ സമ്മേഷനും ഇന്റഗ്രലും എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ, കൺവേർജ് ചെയ്യാത്ത കേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫൈ ടി ഓഫ് എക്സ്, നൊട്ടേഷൻ മാറാം, ഫൈ എഫ് ടി എക്സ് എന്നോ ഫൈ എക്സ് ടി എന്നോ വായിക്കാം, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഫൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ്. അതാണ് ഫൈ ടി എക്സ് ഡിഫൈൻ ചെയ്തത്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് എക്സ് ഡിസ്ക്രീറ്റ് കേസിലും, കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ്. ഇത് ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് കേസ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷന്റെ ഈ സമ്മേഷനും ഇന്റഗ്രലും കൺവേർജ് ചെയ്യാത്ത കേസിലാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിലേക്ക് പോകുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിലും ഇതേപോലെ നമ്മൾ ഐ എന്ന് പറയുന്നത് വേറെ ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 ആയിരിക്കും. ഐ ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് ആണ്, റൂട്ട് ഓഫ് -1. അതാണ് ഐയുടെ മീനിങ്. ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 ആയിരിക്കും. മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു
IT the whole raised to R by R factor അല്ലേ? അതായിരിക്കും നമ്മൾ mu r dash ആയിട്ട് എടുക്കുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ ഇതുപോലുണ്ട്, ഇതിൻ്റെ ക്യുമുലൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് റാൻഡം വേരിയബിൾ തൊട്ട് തുടങ്ങുക. റാൻഡം വേരിയബിൾ ആർ ഓഫ് ടു ടൈപ്പ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആവും. കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവും. അസൈൻഡ് പ്രോബിലിറ്റി, അതായത് റാൻഡം വേരിയബിളിലെ ഓരോ വാല്യൂവിനും പ്രോബിലിറ്റി അസൈൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത് റാൻഡം വേരിയബിളും കാണും, കറസ്പോണ്ടിങ് ആയിട്ട് റാൻഡം വേരിയബിളിൻ്റെ ഓരോ വാല്യൂവിനും അസൈൻ ചെയ്തിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ടായിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കേസിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, റാൻഡം വേരിയബിളിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ് ഇത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ്, അതിന് നമ്മൾ പി ഓഫ് എക്സ് എന്നോ എഫ് ഓഫ് എക്സ് എന്നോ എഴുതാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ കുമുലേറ്റ് ചെയ്ത് എഴുതുന്ന വാല്യൂ ആണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. കണ്ടിന്യൂസ് കേസിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അങ്ങനെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അതിനകത്ത് നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കേണ്ടി വരും, അതിൻ്റെ മൊമെന്റ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് മീൻ എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ എക്സ് ആയിരിക്കും, അതിന് എക്സ് ബാർ എന്നോ മ്യൂ ഡാഷ് എന്നോ ഡിനോട്ട് ചെയ്യും. വേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഡോൾ സ്ക്വയർ ആയിരിക്കും, അതിന് മ്യൂ ടു ഡാഷ് മൈനസ് മ്യൂ ഡാഷ് സ്ക്വയർ എന്ന് എഴുതും. അത് നമ്മൾ ഇക്വേഷനിലേക്ക് വരുമ്പോൾ പറയാം. മീനും വേരിയൻസും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. എക്സ്പെക്ടേഷൻ ഇ റൈസ് ടു ടി എക്സ് ആണ് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഇ റൈസ് ടു ഐ ടി എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ഐ ടി എക്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് കേസാണ്. അതിന് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. ഓക്കെ.